ഉട്ടോപ്പിയയിലെ കളിക്കളങ്ങൾ. കുഞ്ചു ഡേവിഡിന്റെ പോരാട്ടം. സാങ്കല്പിക രാജ്യമായ ഉട്ടോപ്പിയയെ സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നിങ്ങനെ 4 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇതിൽ നൂറ്റാണ്ടുകളായി അധികാരം കൈയാളുന്നതും എല്ലാ നിർണായക തീരുമാനങ്ങളും എടുക്കുന്നതും നോർത്ത് ലോബി ആണ്. എത്ര കാലം കഴിഞ്ഞാലും തങ്ങളുടെ ആധിപത്യത്തിന് കോട്ടം തട്ടാൻ അവർ അനുവദിക്കില്ല. സൗത്ത് സൈഡിലുള്ളവരെ അവർ എപ്പോഴും 2ാം തരം പൗരന്മാരായാണ് കണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ നോർത്തിലെ പ്രമുഖമായ ഒരു ക്രിക്കറ്റ് ക്ലബിലേക്ക് സൗത്തിൽ നിന്നുള്ള കുഞ്ചു ഡേവിഡ് എന്ന മിടുക്കനായ കളിക്കാരൻ എത്തിച്ചേരും. വേറെ വഴിയില്ലായ്മ കൊണ്ട് മാത്രം ടീമിൽ എടുത്തതാണ് അവനെ, അല്ലാതെ യാതൊരുവിധ സ്നേഹമോ പരിഗണനയോ അവർക്ക് അവനോട് ഉണ്ടായിരുന്നില്ല. വർഷങ്ങളോളം കുഞ്ചു ഡേവിഡിനെ ടീമിന്റെ ബെഞ്ചിലിരുത്തി. വെള്ളം കുടിപ്പിക്കാനും ഡ്രസ്സിംഗ് റൂം വൃത്തിയാക്കാനുമൊക്കെയായിരുന്നു അവനെ ഉപയോഗിച്ചത്. 5 മത്സരങ്ങളുടെ പരമ്പര വരുമ്പോൾ ഒന്നിച്ച് പ്ലേയിങ് 11-ൽ ഒരൊറ്റ അവസരം നൽകും. നിർഭാഗ്യവശാൽ ഒരിക്കൽ സൗത്ത് സൈഡിൽ വെച്ച് മാച്ച് നടന്നപ്പോൾ ഗ്ലൗസുമായി ഇറങ്ങാൻ നിന്ന കുഞ്ചു ഡേവിഡിനോട് കോച്ച് പറഞ്ഞു, "നീ ഇന്ന് കളിക്കേണ്ട." സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവനെ പരസ്യമായി നാണം കെടുത്തിവിട്ടു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നോർത്തിൽ വെച്ച് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ടീമുകൾ തമ്മിലുള്ള ഒരു വലിയ ടൂർണമെന്റ് നടന്നു. ടൂർണമെന്റിന്റെ അവസാന 3 നിർണായക മത്സരങ്ങളിൽ കുഞ്ചു ഡേവിഡ് കളത്തിലിറങ്ങി. സെമിഫൈനലിലും ഫൈനലിലും തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത കുഞ്ചു ഒറ്റയ്ക്ക് മാച്ച് ജയിപ്പിച്ചാണ് നോർത്ത് ലോബിക്ക് കപ്പ് നേടിക്കൊടുത്തത്. എന്നാൽ കപ്പ് കിട്ടിയ ഉടൻ തന്നെ അവനെ വീണ്ടും തടഞ്ഞു. നോർത്ത് ലോബിയിലെ ആൾക്കാർ മോശമായി കളിച്ചാലും ടീമിൽ തുടരാം, എന്നാൽ കുഞ്ചു ഡേവിഡിന് മാത്രം യാതൊരുവിധ അവസരവും നൽകിയില്ല. ഇതുകണ്ട് സഹികെട്ട ആരാധകർ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ തുടങ്ങി. കുഞ്ചു ഡേവിഡിന്റെ പേര് മാറ്റി നോർത്ത് ലോബിയിലേതുപോലെയാക്കിയാലേ ഇവൻ രക്ഷയുള്ളൂ എന്ന് അവർ ചർച്ച ചെയ്തു. കുഞ്ചു എന്ന വാക്കാണ്, അതോ ഡേവിഡ് എന്ന പേരാണ്, അതോ അവൻ സൗത്ത് സൈഡിൽ നിന്നുള്ളതാണോ പ്രശ്നം എന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചു. കോച്ചുകളും സെലക്ടർമാരും മാറി മാറി വന്നപ്പോൾ കുഞ്ചുവിനെ ഒതുക്കാൻ മാത്രമായിരുന്നു അവർ നോക്കിയത്. അങ്ങനെ വീണ്ടും ഒരു 5 മത്സരങ്ങളുടെ പരമ്പര വന്നു. ആദ്യ 4 കളിയിൽ ഒരെണ്ണം നോർത്ത് ലോബി ജയിച്ചപ്പോൾ 3 തോറ്റു. അങ്ങനെ ആ നിർണായകമായ 5ാമത്തെ മാച്ചിൽ ടീമിന് വേറെ നിവൃത്തിയില്ലാതെ കുഞ്ചു ഡേവിഡിനെ ഇറക്കേണ്ടി വന്നു. അന്ന് ആ ഏകദിന മത്സരത്തിൽ കുഞ്ചു ഡേവിഡ് ചരിത്രം കുറിച്ചു. അവൻ ട്രിപ്പിൾ സെഞ്ചുറി, 300 റൺസ് അടിച്ചു തകർത്തു. ചരിത്രത്തിൽ ആദ്യമായി ഉട്ടോപ്പിയയിലെ ഏകദിനത്തിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന സൗത്തിൽ നിന്നുള്ള താരമായി കുഞ്ചു ഡേവിഡ് മാറി. കളി കഴിഞ്ഞ് മാൻ ഓഫ് ദി മാച്ച് സെറിമണി നടക്കുന്നതിനിടെ മൈക്ക് കയ്യിലെടുത്ത് കുഞ്ചു ഡേവിഡ് തന്റെ തീരുമാനം പ്രഖ്യാപിച്ചു. "ഞാൻ ഈ നിമിഷം മുതൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണ്. എന്റെ കരിയറിൽ ഞാൻ അനുഭവിച്ച വേദനകൾക്കും അവഗണനകൾക്കും അളവില്ല. ഇനി ഇത് തുടരാൻ എനിക്ക് വയ്യ. ഞാൻ സ്വയം പടിയിറങ്ങുകയാണ്."